ഇന്നഹാ കാനത് തസ്നഉ ദാലിക ബിക, നീ ചെയ്തതെല്ലാം നിന്റെ ഉമ്മ നിന്നോടും ചെയ്തിട്ടില്ലയോ? നീ ചെയ്തതെല്ലാം നിന്റെ മാതാവ് നിന്നോടും ചെയ്തിട്ടില്ലയോ? നീ നിന്റെ മാതാവിനെ ബാത്റൂമിൽ കൊണ്ടുപോയി മലമൂത്ര വിസർജനം നടത്തിയത് നിന്റെ മാതാവ് നിന്നോടും ചെയ്തിട്ടില്ലയോ? നിന്റെ മാതാവിനെ നീ കൈകളിൽ പൊറുക്കിയെടുത്ത് തട്ടിക്കൊണ്ടുപോയത് നിന്റെ മാതാവ് നിന്നോടും ചെയ്തിട്ടില്ലയോ? എന്നാൽ നിന്റെ മാതാവ് ഇതൊക്കെ ചെയ്തപ്പോ, നിന്നെ ബാത്റൂമിൽ കൊണ്ടുപോയപ്പോ, നീ കാഷ്ടിച്ചപ്പോൾ, നീ മൂത്രമൊഴിച്ചപ്പോൾ, നിസ്കരിക്കാൻ വേണ്ടി നിസ്കാര കുപ്പായം ധരിച്ച് നിസ്കരിക്കാൻ കാത്തു നിൽക്കുമ്പോൾ ഉമ്മയുടെ നിസ്കാര പായയിൽ കിടന്ന് നീ മൂത്രമൊഴിച്ചിട്ടുണ്ട്, കാഷ്ടിച്ചിട്ടുണ്ട്. ആ സമയത്തെല്ലാം നിന്നെ ബാത്റൂമിൽ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കിയത്, വസ്ത്രം കഴുകി മറ്റൊരു നിസ്കാര കുപ്പായം ധരിച്ചുകൊണ്ട് നിസ്കരിച്ചത് നീ വളരണം, നീ ഉഷാറാവണം, നീ ഉയരണം എന്നുള്ള താല്പര്യത്തോടെയാണ്. നീ ഇന്ന് വയസ്സായ പ്രായാധിക്യം കൊണ്ട് കഷ്ടപ്പെടുന്ന നിന്റെ മാതാവിനെ ശുശ്രൂഷിക്കുന്നത്, പരിപാലിക്കുന്നത്, മലമൂത്ര വിസർജനം നടത്തുമ്പോ വൃത്തിയാക്കുന്നത്, മനോഹരിക്കുന്നത്, ഉമ്മ മരിക്കട്ടെ എന്ന് കാത്തിരുന്നിട്ടല്ലേ? ഉമ്മയുടെ മരണം വരെ ചെയ്യാം. ഉമ്മ ഏതായാലും പ്രായമായി, വയസ്സായി, ഇനി ഉഷാറാവാനില്ല, ഇനി വളരാനില്ല, ഇനി ആരോഗ്യം തിരിച്ചു കിട്ടാനില്ല. അതുകൊണ്ട് ഉമ്മ മരിക്കുന്നത് വരെ, ഉമ്മ മരിക്കുന്നത് വരെ, ഉമ്മ ലോകത്തോട് വിട പറയുന്നത് വരെ ഉമ്മയെ മാന്യമായി സംസ്കരിക്കാം, മാന്യമായി ഉമ്മയോട് പെരുമാറാം എന്നല്ല നീ ചിന്തിക്കുന്നത്. അതുകൊണ്ട് നിന്റെ ചിന്ത വേറെയാണ്, ഉമ്മയുടെ ചിന്ത വേറെയാണ്. നീ വളരാൻ വേണ്ടി നിന്റെ കൂടെ നിന്ന മാതാവ് ഉമ്മയുടെ മരണം കാത്തു നിന്നുകൊണ്ട് ഉമ്മയ്ക്ക് ശുശ്രൂഷിക്കുന്നു. നീ രണ്ടും രണ്ടാണ്. ഉമ്മയോടുള്ള കടപ്പാട് നീ പൂർത്തീകരിച്ചിട്ടില്ല എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് മറുപടി പറയുകയാണ്. ആലോചിച്ചു നോക്കിയേ, വയസ്സായ പിതാവിന് എണീറ്റ് നടക്കാൻ കഴിയാതെ, പള്ളിയിലേക്ക് വരാൻ കഴിയാതെ, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ കിടന്ന കിടപ്പിൽ കഷ്ടപ്പെടുന്ന പിതാവിനെ നമ്മൾ ശുശ്രൂഷിക്കുന്നത് എന്ത് വിചാരിച്ച? ഉപ്പ മരണപ്പെടുന്നത് വരെ ഉപ്പയൊന്ന് തൃപ്തിയോടുകൂടി കൈകാര്യം ചെയ്യണം. ഉപ്പ മരണപ്പെടുന്നത് വരെ ഉപ്പയൊന്ന് മാന്യമായ രീതിയിൽ ശുശ്രൂഷിക്കണം. എന്നല്ലാതെ ഉപ്പ ഇനിയൊന്ന് എണീറ്റ് നടക്കണം, ഉപ്പ ഇനിയൊന്ന് വളരണം, ഉഷാറാകണം എന്ന ചിന്തയാണോ നമ്മൾക്കുള്ളത്? അല്ല. അപ്പൊ രണ്ടും രണ്ടാണ്. നിന്റെ ഉമ്മയോടുള്ള കടപ്പാട്, നിന്റെ ഹൃദയം, രണ്ടും നീ നിന്റെ മാതാവിന് നൽകിയാലും അത് പകരമാവില്ല എന്നാണ് മഹാന്മാരായ സ്വഹാബാക്കൾ, പ്രഗത്ഭരായ പണ്ഡിതന്മാർ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊക്കെ നമ്മളോട് പഠിപ്പിച്ചു തരുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാ, അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് ഒരാൾ കടന്നു വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഹമൽതു ഉമ്മി അലാ റഖബതി മിൻ ഖുറാസാൻ, ഖുറാസാനിൽ നിന്ന് ഞാൻ എന്റെ ഉമ്മയെ എന്റെ പിരടിയിൽ ചുമന്നുകൊണ്ട് ഇതാ ഞാൻ മക്കയിലേക്ക് വന്നതാണ്. ഖുറാസാൻ ഏകദേശം 2000 കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ഖുറാസാൻ എന്ന് പറയുന്ന ഇറാഖിലെ സ്ഥലമാണെന്ന് തോന്നുന്നു. ഖുറാസാൻ, ഇറാഖിൽ നിന്ന് ഞാൻ എന്റെ മാതാവിനെ ഷോൾഡറിൽ ചുമന്നുകൊണ്ട് ഇതാ 2000-ഓളം കിലോമീറ്ററുകൾ താണ്ടി ഞാൻ മക്കയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്റെ ഷോൾഡറിൽ ചുമന്നുകൊണ്ട് ഞാൻ എന്റെ മാതാവിനെ, എന്റെ ഷോൾഡറിൽ ചുമന്നുകൊണ്ട് എന്റെ മാതാവിനെ ഞാൻ തവാഫ് ചെയ്യിപ്പിച്ചു, എന്റെ മാതാവിനെ ഞാൻ സഅയ് ചെയ്യിപ്പിച്ചു, എന്റെ മാതാവിന്റെ ഹജ്ജ് ഞാൻ പൂർത്തീകരിച്ചു. അതറാനി ജസൈതുഹാ, അതറാനി ജസൈതുഹാ, ഞാൻ എന്റെ മാതാവിനോടുള്ള കടപ്പാട് പൂർണ്ണമായി വീട്ടി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലാ വലാ തുൽഖതും മിൻ തുൽഖാതിഹാ, നിന്റെ മാതാവ് പ്രസവിക്കുമ്പോൾ അനുഭവിച്ച വേദന, അതിന്റെ ഒരംശം പോലും ഇതിന് പകരമായിട്ടില്ല എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ്.
നമ്മൾക്കറിയാമല്ലോ ഒരു മാതാവിന്റെ പ്രയാസം. ഉമ്മ നമ്മെ ഗർഭം ചുമന്ന പ്രയാസം നമ്മൾക്കറിയണമെങ്കിൽ നമ്മുടെ ഭാര്യ ഗർഭിണിയാവണം. നമ്മുടെ ഭാര്യ ഗർഭിണിയാകുമ്പോഴാണ് ഗർഭകാലത്തുള്ള പ്രയാസം നമ്മൾക്ക് തിരിച്ചറിയുന്നത്. സ്ത്രീകൾ പറയാറുണ്ട് പൊതുവെ ഗർഭിണിയാകുമ്പോഴാണ് ഉമ്മയുടെ വില അറിയുന്നത് എന്ന് പൊതുവെ സ്ത്രീകൾ പറയാറുണ്ട്. എന്നാൽ പുരുഷനത് തിരിയാറില്ല. സ്വന്തം ഭാര്യ ഗർഭം ചുമക്കുമ്പോഴെങ്കിലും സ്വന്തം മാതാവിന്റെ വില നമ്മൾ തിരിച്ചറിയണം. എത്ര കഷ്ടപ്പാടാണ് അവർ അനുഭവിക്കുന്നത്. അവർക്ക് തിന്നാൻ കഴിയുന്നുണ്ടോ? അവർക്ക് കുടിക്കാൻ കഴിയുന്നുണ്ടോ? ഒന്ന് ചെരിഞ്ഞ് കിടന്നുറങ്ങാൻ അവർക്ക് കഴിയുന്നുണ്ടോ? മലർന്ന് കിടന്നുറങ്ങാൻ, കമിഴ്ന്ന് കിടന്നുറങ്ങാൻ, വലതുഭാഗത്തേക്ക് കിടന്നുറങ്ങാൻ അവർക്ക് കഴിയുന്നുണ്ടോ? സദാസമയവും ക്ഷീണമാണ്. മസിൽ കയറുന്നുണ്ട്. കിടന്നുറങ്ങിയാൽ മസിൽ കയറിക്കൊണ്ട് ചാടി എണീക്കുന്നു. കിടന്ന ഉറക്കിൽ വേദന സഹിക്കാൻ കഴിയാതെ ആർക്ക് വേണ്ടി? സ്വന്തം ഗർഭത്തിലുള്ള കുഞ്ഞിന് വേണ്ടി പ്രയാസം അനുഭവിക്കുന്ന മാതാവിന് പകരമാകുമോ മുഅ്മിനീങ്ങളെ? ഉമ്മമാരുടെ കഷ്ടപ്പാട് ചെറുതല്ല. ഒരു മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ത്യാഗം അതറിയണമെങ്കിൽ നമ്മൾ കല്യാണം കഴിച്ച് നമ്മുടെ ഭാര്യയുടെ ഗർഭകാലം കാണണം. ഛർദിച്ച് ചോര പോലും ഛർദിച്ചുകൊണ്ട് സ്വന്തം കുഞ്ഞിന് വേണ്ടി ത്യാഗം ചെയ്യുന്നവർ അവര് പറയുന്നത്, ഞാൻ മരിച്ചാലും എന്റെ കുഞ്ഞിനൊരു പ്രയാസം അനുഭവിക്കരുത് എന്ന് പറഞ്ഞ്, എന്റെ കുഞ്ഞിനൊരു പ്രയാസം ഉണ്ടാവരുത് എന്ന് വിചാരിച്ച് കുഞ്ഞിന് വേണ്ടി കഷ്ടപ്പെടുന്നവർ മരണ സമാനമായ വേദന സഹിച്ച്, മരണതുല്യമായ വേദന സഹിച്ച് കാലിട്ടടിക്കേണ്ട സന്ദർഭം, എനിക്ക് ജനിച്ചു വീഴാവുന്ന കുഞ്ഞിനൊരു പോറലേൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കാലുകളെ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് അത് പിടക്കാതെ പിടിച്ചു വെച്ചുകൊണ്ട് പ്രസവിക്കുന്ന മാതാവിന് പകരമാവില്ല. നമ്മൾ നമ്മുടെ മാതാവിന് നൽകുന്ന ആയിരങ്ങളുടെ നോട്ടുകൾ, നമ്മുടെ മാതാവിന് നൽകുന്ന 10,000ങ്ങളുടെ നോട്ടുകൾ, അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന വസ്ത്രങ്ങളൊന്നും പകരമാവില്ല. ഞാൻ ചോദിക്കട്ടെ, ആ മാതാവിന്റെ പ്രസവ വേദനയുടെ 9 മാസക്കാലത്തിന്റെ ഗർഭവേദനയുടെ ആ സമയത്തിന് പകരമാകുമോ നമ്മൾ ഈ ലോകം തന്നെ മാതാവിന് സമർപ്പിച്ചാൽ? ആ മാതാവിന്റെ പ്രസവ വേദനയുടെ ഒരംശം പോലുമല്ല നമ്മൾ നമ്മുടെ മാതാവിനെ ചുമന്നു കൊണ്ടുപോകുന്നത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ കടന്നു വന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞത്, ഖുറാസാനിൽ നിന്ന് 2000 കിലോമീറ്ററുകൾ താണ്ടി മക്കയിലേക്ക് കടന്നു വന്ന് നിന്റെ മാതാവിനെ നീ ഉംറ ചെയ്യിപ്പിച്ചത്, ഹജ്ജ് ചെയ്യിപ്പിച്ചത് ഉമ്മയുടെ പ്രസവ വേദനയുടെ ഒരംശത്തിന് പോലും പകരമാവില്ല എന്നല്ല പറഞ്ഞത്. സ്വന്തം ശരീരത്തിന്റെ സൗന്ദര്യത്തെ പോലും ത്യജിച്ചുകൊണ്ടല്ലയോ മാതാവ് മക്കൾക്ക് പാല് നൽകുന്നത്, മക്കളെ മുലപ്പാല് നൽകി വളർത്തുന്നത്. എല്ലാം അവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. അവരുടെ സൗന്ദര്യം അവർ നഷ്ടപ്പെടുത്തുന്നുണ്ട്. അവരുടെ ശരീരത്തിന്റെ ഫിറ്റ്നസ് അവർ നഷ്ടപ്പെടുത്തുന്നുണ്ട്. അവർക്ക് താല്പര്യമുള്ള ഭക്ഷണങ്ങളെ അവർ മാറ്റിവെക്കുന്നുണ്ട്. ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോ സമയവും വിലപ്പെട്ട സമയം എണ്ണി നീക്കുകയാണ്. നമ്മൾ ചോദിക്കുന്നു, എത്ര മാസമായി? 8 മാസം. ഇത്ര പെട്ടെന്ന് 8 മാസമായോ എന്ന് നമ്മൾ ചോദിക്കുന്നുവെങ്കിൽ അവരോരോ ദിവസവും എണ്ണി നീക്കുന്നത് എന്തേ ഇതൊന്നും കഴിയാത്തത്? എന്തേ ഒന്ന് 9 മാസമാവാത്തത്? ഒന്ന് പ്രസവിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന മാതാവിന് പകരമാവില്ല മുഅ്മിനീങ്ങളെ. നമ്മൾ ചെയ്യുന്ന ഒരു ത്യാഗവും എന്താണ് നമ്മൾ അവർക്ക് തിരിച്ചു നൽകിയത്? മാതാവിന് നമ്മൾ എന്താണ് തിരിച്ചു നൽകിയത്? ആ ഉമ്മ നൽകുന്ന സ്നേഹത്തിന് പകരം ഒരു സ്നേഹത്തിന്റെ ഒരു അംശമെങ്കിലും ഞാൻ തിരിച്ചു നൽകി എന്ന് പറയാൻ ഉറപ്പുള്ളവർ ആരാണ് ഇവിടെയുള്ളത്? അതുകൊണ്ട് സ്വന്തം മാതാവ് ചില്ലറയല്ല മുഅ്മിനീങ്ങളെ. നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടില്ല ആ സുഹൃതം. കണ്ണ് പോയാലാണ് കണ്ണിന്റെ വിലയറിയുന്നത്. കണ്ണ് നഷ്ടപ്പെട്ടാലാണ് കണ്ണിന്റെ വിലയറിയുന്നത്. മാതാവ് നഷ്ടപ്പെട്ടാൽ മാത്രമേ മാതാവിന്റെ വിലയറിയുള്ളൂ. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ നിരന്തരമായി കാണാറുള്ള ചില വാർത്തകൾ അത്ഭുതപ്പെടുത്തുന്നത്. സ്വന്തം മാതാവിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നുള്ള വാർത്തകൾ, മാതാവ് പുഴുവരിച്ചു മരിച്ചു എന്നുള്ള വാർത്തകൾ, സ്വന്തം മാതാവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാതെ എന്റെ വീട്ടിൽ മാതാവ് വേണ്ട, എന്റെ വീട്ടിൽ മാതാവ് വേണ്ട എന്ന് പറഞ്ഞ് ജ്യേഷ്ഠാനുജന്മാർ അടിപിടി കൂടുന്നത്, ജ്യേഷ്ഠാനുജന്മാർ സ്വന്തം മക്കൾ അടിപിടി
പിടികൂടുന്നത്. എന്റെ മാതാവിനെ ശുശ്രൂഷിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറയുന്ന ഈ അക്രമത്തിന് എന്ത് പേരിട്ടിട്ടാണ് നമ്മൾ വിളിക്കേണ്ടത്? എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ മാതാവിന് നമ്മളല്ലാതെ പിന്നെ ആരാണ് താങ്ങും തണലുമായി നിൽക്കേണ്ടത്? അവരുടെ പ്രയാസമുള്ള സമയത്ത് നമ്മളല്ലേ അവരെ ശുശ്രൂഷിക്കേണ്ടത്? നമ്മളല്ലാതെ, മക്കളല്ലാതെ പിന്നെ ആരാണ്? വൃദ്ധസദനങ്ങളിലേക്കാണോ അവരെ പറഞ്ഞേക്കേണ്ടത്? വൃദ്ധസദനങ്ങളിലേക്ക് പോലും വിളിച്ചുകൊണ്ട് മാതാവിനെ നിങ്ങൾ തിരിച്ചേക്കല്ലേ, ഇതുവരെ നിങ്ങൾ ശുശ്രൂഷിച്ചതിൽ വളരെ സന്തോഷമുണ്ട്, തിരിച്ചേക്കല്ലേ എന്ന് പറയുന്നത് ഏത് മാതാവിനെയാണ്? വീട്ടിലേക്ക് വരാൻ ഒന്ന് സ്വന്തം ഭാര്യ, സ്വന്തം മക്കളെ കാണാൻ, മക്കളുടെ കുഞ്ഞിനെ കാണാൻ കാത്തിരിക്കുന്ന ആ മക്കളാണ്. ഉമ്മയെ നിങ്ങൾ തിരിച്ചേക്കരുത്. ഉമ്മ അവിടെ സുഖമായി ജീവിച്ചോട്ടെ, എത്ര ക്യാഷ് വേണമെങ്കിലും ഞങ്ങൾ തരാമെന്ന് പറഞ്ഞ് നിരന്തരമായി വൃദ്ധസദനങ്ങളിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഉമ്മയുടെ ദിനമാണ്. ലോകത്ത് ഉമ്മയുടെ ദിവസമാണ് ഈ അടുത്ത് കഴിഞ്ഞുപോയത്. മാതൃ ദിനമാണ്, മാതാവിനുള്ള ദിനമായിരുന്നു കഴിഞ്ഞുപോയത്. ഇഷ്ടംപോലെ സംഭവങ്ങൾ നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ നിന്ന് നിരന്തരമായി കേൾക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മാതാവിനെ മറന്നുകൊണ്ട്, മാതാവിനെ വേദനിപ്പിച്ചുകൊണ്ട്, മാതാപിതാക്കളുടെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മേഖലകളിലേക്ക് നമ്മൾ ഇറങ്ങിയാൽ അല്ലാഹുവിന്റെ ശാപമാണ് നമ്മൾക്കുണ്ടാവുന്നത്. ദുനിയാവിലും ആഖിറത്തിലും എത്രയും പെട്ടെന്ന് ശിക്ഷ ലഭിക്കാൻ ഇതിനേക്കാളും വലിയ തെറ്റ് വേറെയില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അല്ലാഹു നമ്മെ കാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു കരുത്ത് നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ, ആരോഗ്യം നൽകട്ടെ. മരിച്ചുപോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ ആദ്യം ഓതി വെച്ച ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട്. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്, അല്ലാഹുവിനെ മാത്രമേ നമ്മൾ ആരാധിക്കാൻ പാടുള്ളൂ. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നമ്മൾ മാന്യമായി പെരുമാറണം. إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف. സ്വന്തം മാതാപിതാക്കളെ വാർദ്ധക്യ സമയത്ത് നിങ്ങൾക്ക് ലഭിച്ചു പോയാൽ, അഥവാ വൃദ്ധരായ ഉമ്മ നിങ്ങൾക്കുണ്ടെങ്കിൽ, വൃദ്ധനായ പിതാവ് നിങ്ങൾക്കുണ്ടെങ്കിൽ, കേൾക്കണേ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സർവ്വ ആളുകളോടുമാണ് ഇത് പറയുന്നത്. വൃദ്ധനായ പിതാവ് നിങ്ങൾക്കുണ്ടെങ്കിൽ, വൃദ്ധയായ ഒരു മാതാവ് നിങ്ങൾക്കുണ്ടെങ്കിൽ, അവരോട് നിങ്ങൾ മോശമായി ഒരു വാക്ക് പോലും പറയരുത്. നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ എനിക്ക് കഴിയില്ല എന്ന് പറയരുത്. എന്താ നമ്മുടെ അവസ്ഥ? ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞാൽ എനിക്ക് കഴിയില്ല എന്ന് പറയരുത്. അങ്ങാടിയിൽ പോകാൻ പറഞ്ഞാൽ എനിക്ക് കഴിയില്ല എന്ന് പറയരുത്. കഴിയില്ല എന്ന് പറയരുതല്ല, അവര് പറഞ്ഞു എന്ന് ഹോസ്പിറ്റലിൽ പോകണം, നിങ്ങളത് പറഞ്ഞില്ല. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ അതിനോടൊരു വെറുപ്പ് തോന്നിയാൽ വരെ, നിങ്ങളുടെ മനസ്സുകൊണ്ട് അത് പറഞ്ഞപ്പോൾ ഒരു വിഷമം തോന്നിയാൽ വരെ അത് മാതാപിതാക്കളോടുള്ള അപമര്യാദയാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. വലാ തൻഹറുഹുമാ, അവരെ നിങ്ങൾ ഇറക്കി വിടരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, അവരോട് നിങ്ങൾ മാന്യമായിട്ടേ സംസാരിക്കാൻ പാടുള്ളൂ. വഖ്ഫിർ ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിന്റെ ചിറകുകൾ അവരുടെ മുകളിൽ നിങ്ങൾ വിരിച്ചു വെക്കണമെന്ന് പറഞ്ഞാൽ, വെയിലത്തുകൂടെ നടന്നു പോകുമ്പോൾ നിങ്ങളുടെ കൈകൾ കൊണ്ടെങ്കിലും അവർക്ക് തണൽ നൽകണം. നിങ്ങളുടെ കൈകൾ കൊണ്ടെങ്കിലും അവർക്ക് തണൽ നൽകണം. നിങ്ങളുടെ കൈകളിൽ കുടകളില്ല, നിങ്ങളും നിങ്ങളുടെ മാതാവും നടന്നു പോവുകയാണെങ്കിൽ കയ്യിലുള്ള പേപ്പറുകൾ കൊണ്ടോ നിങ്ങളുടെ കൈകൾ കൊണ്ടെങ്കിലും നിങ്ങളുടെ മാതാവിനെ വെയിലേൽക്കാതെ സംരക്ഷിക്കേണ്ടത്, നിങ്ങളുടെ പിതാവിനെ വെയിലേൽക്കാതെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. എന്നിട്ട് നബി അല്ലാഹു പറഞ്ഞു, വഖുർ റബ്ബി റഹ്ംഹുമാ കമാ റബ്ബയാനി സഗീറാ,
നിങ്ങൾ നിരന്തരമായി പ്രാർത്ഥിക്കണം, നിരന്തരമായി പ്രാർത്ഥിക്കണം. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുവേ, എന്നെ ചെറുപ്പകാലത്ത് പോറ്റി വളർത്തിയ എന്റെ മാതാവിനെ വാർദ്ധക്യകാലത്ത് നീ ഏറ്റെടുക്കണേ അല്ലാഹ്, അവർക്ക് നീ കാരുണ്യം ചെയ്യണേ എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. ഈ പ്രാർത്ഥന അറിയാത്ത ആളുകളില്ലേ? ഈ പ്രാർത്ഥന കാണാതെ പാരായണം ചെയ്യാൻ അറിയാത്തവരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നിസ്കാരം പരിപൂർണമല്ല, നമ്മുടെ നിസ്കാരം പരിപൂർണമല്ല. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ എണീറ്റുപോയാൽ നിസ്കാരം പരിപൂർണമല്ല. മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്, 5 നേരത്തെ നിസ്കാര ശേഷം സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാതെ എണീറ്റു പോകുന്നവർ മാതാപിതാക്കളോട് നന്ദികേട് കാണിക്കുന്നവരാണ്. പണ്ഡിതന്മാര് പഠിപ്പിച്ച വിഷയമാണിത്. 5 നേരം അള്ളാഹുവിന് വേണ്ടി നിസ്കാരം കഴിഞ്ഞ് സുജൂദിൽ കിടന്ന് എണ്ണീറ്റ് സലാം വീട്ടി ഓടുന്ന ചെറുപ്പക്കാരെ, ഒരു നേരം പോലും ജീവിതത്തിൽ സലാം വീട്ടിയതിനു ശേഷം ഒന്ന് ദിക്ർ ചൊല്ലി ദുആ ചെയ്യാൻ സമയം കണ്ടെത്താത്ത എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, നീ നിന്റെ മാതാവിനോട് നന്ദി കാണിച്ചവളാണ്. നീ നിന്റെ മാതാവിനോട് നന്ദിയല്ല, നന്ദികേട് കാണിച്ചവളാണ്. കാരണം നിന്റെ ദുആയിൽ നിന്റെ മാതാവിനെ ഉൾപ്പെടുത്താൻ, നിന്റെ പിതാവിനെ ഉൾപ്പെടുത്താൻ നിനക്ക് സമയം കിട്ടിയില്ല. ഓരോ നിസ്കാരം കഴിഞ്ഞാലും നിന്റെ നിസ്കാരം പരിപൂർണമാവാൻ നീ നിന്റെ മാതാവിനോടുള്ള നന്ദി പരിപൂർണമായി ചെയ്യാൻ 5 നേരത്തെ പ്രാർത്ഥനകൾക്ക് ശേഷം ദുആ ചെയ്യണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. സുജൂദിൽ കിടന്ന് ദുആ ചെയ്യണം. തഹജ്ജുദ് നിസ്കാരത്തിനെണീറ്റാൽ പരിശുദ്ധമായ റമളാൻ മാസം നമ്മൾ തറാവീഹ് കഴിഞ്ഞ് കിടന്നുറങ്ങി അത്താഴ സമയത്ത് നമ്മൾ ഉണരാറുണ്ട്. ആ സമയത്താണ് പലരും വിത്ർ നിസ്കരിക്കാറുള്ളത്. വിത്ർ നിസ്കരിക്കുന്ന സമയം അത്താഴ സമയമാണ്, ആ സമയത്താണ് നിസ്കരിക്കേണ്ടത്. എന്നാൽ ഈ റമളാൻ കഴിഞ്ഞാലും ഇതേപോലെ നമ്മുടെ തഹജ്ജുദ് നിസ്കാരം നമ്മൾ തുടരണം. റമളാൻ കഴിഞ്ഞാലും തുടരണം. ഇപ്പൊ നമ്മൾക്ക് ക്ഷീണമില്ല, തറാവീഹ് കഴിഞ്ഞ് കിടന്നുറങ്ങിയ നമ്മൾ 11 മണിക്കും 12 മണിക്കും കിടന്നുറങ്ങിയ നമ്മൾ യാതൊരു മടിയും ല്ലാതെ 4 മണിക്ക് ഉണരാറുണ്ട്. അത്താഴം കഴിക്കാൻ വേണ്ടി ഉണരാറുണ്ട്. അങ്ങനെ ഉണരുന്നില്ലെങ്കിൽ നിർബന്ധമായും ഉണരണം. തസഹറൂ ഫഇന്ന ഫീഹിൽ ബറക. നിങ്ങൾ നിർബന്ധമായും അത്താഴം കഴിക്കണം, അതിൽ ബറക്കത്തുണ്ട്. ജൂതന്മാരുടെയും പരിശുദ്ധരായ മുസ്ലിമീങ്ങളുടെയും നോമ്പിന്റെ വ്യത്യാസം അത്താഴം നമ്മൾക്കുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അത്താഴം കഴിക്കണം, അതിൽ ബറക്കത്തുണ്ട് എന്ന്. അത് നിങ്ങളുടെ ശാരീരികമായ ആരോഗ്യത്തിന് നിർബന്ധമാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഈ റമളാൻ കഴിഞ്ഞ് പെരുന്നാൾ മുതൽ 4 മണിക്ക് തന്നെ ഉണരുന്നവരായി നിങ്ങൾ മാറണം. വളരെ നേരത്തെ കിടന്നുറങ്ങാൻ നമ്മൾക്ക് സൗകര്യമുണ്ട്, വളരെ നേരത്തെ കിടന്നുറങ്ങാൻ നമ്മൾക്ക് സൗകര്യമുണ്ട്. അന്ന് തറാവീഹ് ഇല്ല, 20 റക്അത്ത് ഇല്ല. സാന്ദർഭികമായി ഞാൻ പറയട്ടെ, തറാവീഹ് നിസ്കരിക്കുന്ന ആളുകളോട് ദയവ് ചെയ്ത് നിസ്കാരത്തെ പരിഹസിക്കരുത്, ദയവ് ചെയ്ത് നിസ്കാരത്തെ നിങ്ങൾ അപകീർത്തിപ്പെടുത്തരുത്, ദയവ് ചെയ്ത് നിസ്കാരത്തെ അള്ളാഹുവിനെ തന്നെ പരിഹസിക്കുന്ന രീതിയിൽ ഒരു പ്രഹസനമായി നിങ്ങളുടെ തറാവീഹ് മാറരുത്. അനാവശ്യമായി വേഗത കൂട്ടരുത്. എന്തേ പരിശുദ്ധമായ റമദാനിൽ തറാവീഹ് നിസ്കരിക്കാൻ ഒരു 10-15 മിനിറ്റ് കൂടിപ്പോയാൽ എന്തേ? അത് അദബുകേടാണ് മുഅ്മിനീങ്ങളെ. നിങ്ങൾ നിസ്കരിച്ചില്ലെങ്കിൽ അള്ളാഹു ചോദ്യം ചെയ്യില്ല. എന്തേ നിങ്ങൾ തറാവീഹ് നിസ്കരിക്കാത്തത് എന്ന് അള്ളാഹു നിങ്ങളെ ചോദ്യം ചെയ്യില്ല. അത് നിർബന്ധമായ ഫർളല്ല മുഅ്മിനീങ്ങളെ. നേരെ മറിച്ച് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോയി തുമഅനീനത്തില്ലാതെ അതിന്റെ ഫർളുകൾ ചെയ്യാതെ ഫാത്തിഹ പോലും പൂർത്തിയായി പാരായണം ചെയ്യാതെ അമിതമായ വേഗത്തിൽ നിങ്ങൾ തറാവീഹ് നിസ്കരിച്ചാൽ അതിനെ റബ്ബ് ചോദ്യം ചെയ്യും. നിസ്കാരത്തോടുള്ള അദബുകേടാണ് എന്ന് മനസ്സിലാക്കണം. തിരക്കുള്ളവർ നിസ്കരിക്കേണ്ട, തിരക്കുള്ളവർ കിടന്നുറങ്ങിക്കോളൂ. തിരക്കുണ്ടെങ്കിൽ നിസ്കാരത്തെയല്ല നിങ്ങൾ കുറയ്ക്കേണ്ടത്, വേഗത കൂട്ടേണ്ടത് നിസ്കാരത്തെയല്ല. നിസ്കാരത്തിനിടയിലുള്ള ചില ദിക്റുകൾ ഉണ്ടല്ലോ, ആ ദിക്ർ കുറച്ചാലും പ്രശ്നമല്ല. നിസ്കാരത്തെ ദയവ് ചെയ്ത് നിങ്ങൾ അമിതമായ വേഗത്തിൽ പ്രഹസനമായി കാണരുത്. കഴിയുന്ന ആളുകൾ മാത്രം നിസ്കരിച്ചാൽ മതി. ആസ്വദിച്ചുകൊണ്ട് നിസ്കരിക്കാൻ നമ്മൾ തയ്യാറാവണേ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട് നിങ്ങളോട് പറയുകയാണ്, എവിടെയാണ് വളരെ വേഗത്തിൽ നിസ്കാരം തീരുന്നത് എന്ന് നോക്കി അവിടേക്ക് ഓടിപ്പോവാതെ എവിടെയാണെന്ന് ആശ്വാസത്തോടു കൂടി ഒന്ന് റാഹത്തായി നിസ്കരിക്കാൻ കഴിയുന്നത് അവിടെ പോയി നിസ്കരിക്കണം. വളരെ ഭംഗിയായി ഖുർആൻ പാരായണം ചെയ്യണം. ഫാത്തിഹ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായും മഅ്മൂമിങ്ങൾക്ക് ഫാത്തിഹ ഓതാനുള്ള സമയം ഇമാമുമാര് കൊടുക്കണം. വെറുതെ ഒരു കടപ്പാടായി
വെറുതെ ഒരു ബാധ്യതയായി തറാവീഹ് നിസ്കരിച്ച് തലകുത്തി മറിഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനവും നമ്മൾക്കില്ല. അതിനു പകരം അല്ലാഹുവിന്റെ ശിക്ഷ വരെ ലഭിക്കാൻ അത് കാരണമാകും. കാരണം നിസ്കാരത്തിനൊരു മര്യാദയുണ്ട്, ഇബാദത്തുകൾക്കൊരു മര്യാദയുണ്ട്. ആ മര്യാദയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള നിസ്കാരം നമ്മുടെ ഭാഗത്തു നിന്ന് വന്നു പോയാൽ അത് അപകടം തന്നെയാണ്. അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് ഞാൻ സാന്ദർഭികമായി പറയുകയാണ്. ഇത് കഴിഞ്ഞ് തഹജ്ജുദ് നിസ്കരിക്കാൻ നമ്മൾ ഉണർന്നാൽ എല്ലാ ദിവസവും വിത്ർ നിസ്കാരത്തെ തഹജ്ജുദിലേക്ക് മാറ്റിവെച്ച് ആ വിത്ർ നിസ്കാരത്തിന്റെ സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹുമ്മഗ്ഫിർ ലനാ ولوالدينا ربنا ارحمهم كما ربونا صغارا اللهم اغفر لنا ولوالدينا ربنا ارحمهم كما ربونا صغارا അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. എങ്ങനെയാണോ വളരെ ചെറുപ്പത്തിൽ ഞങ്ങളെ പോറ്റി വളർത്തിയത് അതേപോലെ ഞങ്ങളുടെ മാതാപിതാക്കളെ വാർദ്ധക്യകാലത്ത് നീ ഏറ്റെടുക്കണേ അല്ലാഹ്. അഥവാ അവർക്ക് മാരകമായ രോഗങ്ങൾ നൽകല്ലേ അല്ലാഹ്, വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ നൽകല്ലേ റബ്ബേ. വളരെ റാഹത്തോടെ ആഫിയത്തോടെ ജീവിച്ച് അന്തസ്സായി ജീവിച്ച് ഈമാൻ സലാമത്തായി ലോകത്തോട് വിട പറയാൻ എന്റെ മാതാപിതാക്കൾക്ക് തൗഫീഖ് നൽകണേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. അങ്ങനെയാണ് സുജൂദിൽ കിടന്നുകൊണ്ട് ദുആ ചെയ്യണം. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ലോകത്തുള്ള സർവ്വ മുഅ്മിനീങ്ങൾക്കും ദുആ ചെയ്യണം സുജൂദിൽ കിടന്നുകൊണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുവേ മുഅ്മിനീങ്ങളായ മുഅ്മിനാത്തുകളായ ആളുകൾക്ക് നീ മാപ്പ് നൽകണേ റബ്ബേ. മുസ്ലിമീങ്ങളായ മുസ്ലിമാത്തുകളായ ആളുകൾക്ക് നീ മാപ്പ് നൽകണേ റബ്ബേ. അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അതിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾക്കും മരിച്ചുപോയ ആളുകൾക്കും അഥവാ തുടക്കം മുതൽ ഇന്നേ വരെ എല്ലാ ഇവിടെ ജനിച്ച സർവ്വ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ ഒരു മുഅ്മിനിന് ഒരു പ്രതിഫലം എന്ന രീതിയിൽ അല്ലാഹു നമ്മൾക്ക് പ്രതിഫലം നൽകുമെന്നാണ്. അതുകൊണ്ട് നമ്മുടെ തഹജ്ജുദ് എന്നുള്ളത് ലോക മുസ്ലിമീങ്ങൾക്ക് റഹ്മത്തായി നമ്മുടെ തഹജ്ജുദ് മാറണം. ലോക മുസ്ലിമീങ്ങൾക്ക് റാഹത്തായി നമ്മുടെ തഹജ്ജുദ് മാറണം. അതുകൊണ്ട് നമ്മുടെ സുജൂദിൽ കിടന്നുകൊണ്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ നമ്മൾ മറന്നു പോവരുത് മുഅ്മിനീങ്ങളെ. പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾക്ക് നിസ്കാരം കഴിഞ്ഞാലും മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ മറന്നു പോവരുത്. കാരണം നമ്മളാക്കിയത് നമ്മുടെ മാതാപിതാക്കളാണ്. നമ്മളാക്കിയത് നമ്മുടെ മാതാപിതാക്കളാണ്. അതിനോടൊപ്പം ചേർത്ത് പറയാനുള്ളൊരു വിഷയം എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയാനുള്ളത് മക്കൾക്കുള്ള വഴികാട്ടിയായി നിങ്ങൾ മാറണം. മക്കളുടെ വഴികാട്ടിയായി നിർബന്ധമായും നിങ്ങൾ മാറേണ്ടതുണ്ട്. മക്കൾ എപ്പോഴെങ്കിലും തോറ്റുപോയെന്ന് വിചാരിച്ചാൽ, മക്കൾ എപ്പോഴെങ്കിലും തോറ്റുപോകുമെന്ന് വിചാരിച്ചാൽ, എപ്പോഴെങ്കിലും മക്കള് പരാജയപ്പെടുമെന്ന ഒരു ഭീതി മക്കൾക്കുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ മക്കൾ പരാജയപ്പെട്ടു പോവുകയാണ്, അവരുടെ ശുഭപ്രതീക്ഷ നഷ്ടപ്പെടുകയാണ്, ശുഭാപ്തി വിശ്വാസം നഷ്ടപ്പെടുകയാണ് എന്നൊക്കെ തോന്നിയാൽ നിർബന്ധമായിട്ടും നമ്മൾ അവർക്ക് കരുത്താകണം. മാതാപിതാക്കൾ അവർക്ക് കരുത്തായി മാറണം. നിങ്ങൾ അവരെ നിരാശരാക്കാൻ പാടില്ല. നിങ്ങൾ കാരണത്താൽ അവർ നിരാശരായി മാറാൻ പാടില്ല. നിങ്ങൾ കാരണം അവർക്ക് കരുത്ത് ലഭിക്കണം. പാകിസ്ഥാനിലെ മുനീബ മസാരി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരിയുടെ കഥ വളരെ ഇൻസ്പിറേഷൻ നൽകുന്ന, ആവേശം നൽകുന്ന കഥയാണത്. പിതാവ് പറഞ്ഞതുപോലെ മാതാവ് പറഞ്ഞതുപോലെയാണ്. എല്ലാവരും തറവാട്ടുകാരായ കുടുംബക്കാർ, മാന്യരായ കുടുംബക്കാരൊക്കെ മാതാപിതാക്കൾ പറഞ്ഞതുപോലെയാണ് കല്യാണത്തിന് തയ്യാറാവുക. പെണ്ണിന് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ ചോദിക്കും കല്യാണം കഴിക്കാൻ തയ്യാറാണോ എന്ന്. ആ സമയത്ത് പെണ്ണ് പറയും, ഉപ്പ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ഉമ്മ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് കല്യാണം കഴിക്കും. ഒരുപക്ഷെ അവരുടെ ദാമ്പത്യ ജീവിതം അവർക്ക് തുടക്ക സമയത്ത് അത്ര രസകരമായി തോന്നൂല. പിന്നെ അത് ശരിയാകുമെങ്കിലും ആദ്യ കാലഘട്ടങ്ങളിൽ മനസ്സുകൊണ്ടൊരു പക്ഷേ തൃപ്തിപ്പെടാൻ ആ പെണ്ണിന് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുപോലെ ഒരു ദാമ്പത്യ ജീവിതമാണ് ഈ മുനീബ എന്ന് പറയുന്ന പാകിസ്ഥാനിയായ പെണ്ണിനുണ്ടായത്. 2-3 വർഷങ്ങൾക്ക് ശേഷം ഭർത്താവിന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ വലിയൊരു ആക്സിഡന്റിൽ വിടുകയും തന്റെ 2 കാലുകൾ നഷ്ടപ്പെടുകയാണ്. തന്റെ സ്പൈനൽ കോഡിന് ക്ഷതമേൽക്കുകയാണ്. തന്റെ
തന്റെ ഗർഭപാത്രത്തിന് ക്ഷതമേൽക്കുകയാണ്. ഇനി ഒരിക്കലും പ്രസവിക്കാൻ കഴിയില്ല എന്ന് ഡോക്ടർമാര് വിളിച്ചു പറയുന്നുണ്ട്. ഇനി ഒരിക്കലും നടക്കാൻ കഴിയില്ല എന്ന് ഡോക്ടർമാര് വിളിച്ചു പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് 6 മാസക്കാലത്തോളം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഹോസ്പിറ്റലിന്റെ ചുമരുകൾ കണ്ട് ജീവിതം എടുത്തിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഇരിക്കാൻ പോലും കഴിയാത്ത പ്രയാസം തോന്നിയത്. അങ്ങനെയാണ് ഡോക്ടർമാർ ആ പെണ്ണിനോട് പറഞ്ഞത്, നീ ഇനി മുതൽ ഇരിക്കാൻ പാടില്ല, നിന്റെ സ്പൈനൽ കോഡിന് കാര്യമായ തകരാറുണ്ട് എന്ന്. അങ്ങനെയാണ് 3 വർഷത്തോളം കിടന്ന കിടപ്പിൽ മലർന്നു കിടക്കേണ്ടി വന്നത്. ലോകത്തിന്റെ സർവ്വവാതിലുകളും അടക്കപ്പെടുകയാണ്. ഭർത്താവ് ഡിവേഴ്സ് ചെയ്യുകയാണ്, ഭർത്താവ് ഒഴിവാക്കിക്കൊണ്ട് പോവുകയാണ്. കാരണം പ്രസവിക്കാത്ത പെണ്ണെനിക്ക് എന്തിനാണെന്ന് പറഞ്ഞ് ഭർത്താവ് ഒഴിവാക്കി പോകുന്നുണ്ട്. അതേപോലെ ആളുകളെല്ലാം വന്ന് വേദനയുടെ വാക്കുകൾ പറഞ്ഞ് വീണ്ടും വീണ്ടും വേദനയുടെ ആഴങ്ങളിലേക്ക് പെണ്ണിനെ തള്ളിയിടുമ്പോ ആ ഉമ്മയാണ് പെണ്ണിന് ആവേശം നൽകിയത്, ആ മാതാവാണ് പെണ്ണിന് ആവേശം നൽകിയത്. മോളെ, ഇങ്ങനൊരവസ്ഥ നിനക്ക് തന്നത് നിന്റെ ദൈവം അല്ലാഹു നിനക്ക് ഇങ്ങനൊരവസ്ഥ തരാനുള്ള കാരണം അതൊരു പരീക്ഷണമാണ്. ഇത് മുതലായിരിക്കും അല്ലാഹു നല്ല ഒരു സാഹചര്യം നിനക്ക് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് കാരണത്താൽ നിന്റെ രക്ഷിതാവ്, ഇത് കാരണത്താൽ നിന്റെ ദൈവം ഇതിനേക്കാളും നല്ലൊരു ഭാവി നിനക്ക് എടുത്തു വെച്ചിരിക്കുകയാണ്. ഈ പ്രയാസമുള്ള സാഹചര്യങ്ങളെല്ലാം കടന്നുപോയി സന്തോഷത്തിന്റെ അഭിമാനത്തിന്റെ ഒരു കാലഘട്ടം നിനക്ക് ദൈവം പകരം തരാതിരിക്കില്ല എന്ന ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ നിന്നാണ്, ആ ഒരു മനോഹരമായ മാതാവിന്റെ വാക്കിൽ നിന്നാണ് ഈ മുനീബ എന്ന് പറയുന്ന പെണ്ണ് റിക്കവർ ചെയ്യുന്നത്. 3 വർഷക്കാലം കിടന്ന കിടപ്പിൽ കിടന്ന് നിങ്ങളൊന്ന് ഇന്ന് യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്താൽ മുനീബ മസ്രി എന്ന് പറയുന്ന ആ പെണ്ണിന്റെ മോട്ടിവേഷൻ ക്ലാസുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ പെണ്ണ് സഞ്ചരിക്കുന്നത് വീൽ ചെയറിലാണ്, നടക്കാൻ കഴിയുന്നില്ല, വീൽ ചെയറിലാണ്. ആ പെണ്ണിന് പ്രസവിക്കാൻ കഴിയില്ല, പെണ്ണിന്റെ ഗർഭപാത്രത്തിന് ക്ഷതമേറ്റിട്ടുണ്ട്. ആ പെണ്ണാണ് ഫോബ് മാസികയുടെ പ്രധാനപ്പെട്ട ലോകത്ത് പിടിച്ചടക്കിയ 30 സ്ത്രീകളിൽ ഒരാളായി ഈ പെണ്ണിന്റെ പേരാണ് ഉണ്ടായത്. ഏത് പെണ്ണ് ഏതെങ്കിലും ഒരു മുറിയുടെ അകത്തളങ്ങളിൽ ഒറ്റയ്ക്ക് ജീവിതം തള്ളി നീക്കേണ്ടി വരുമെന്ന് പേടിച്ച ഒരു പെണ്ണ്, സ്വന്തം ഭർത്താവ് പോലും എനിക്ക് ഇവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളിയ പെണ്ണിന് ശക്തി പകർന്നത്, ആവേശം പകർന്നത് ആ മാതാവിന്റെ വാക്കുകളാണ്. ഈ പ്രയാസം ഒരു പ്രയാസമായി കാണേണ്ട മോളെ, നിനക്ക് നല്ലൊരു ഭാവി നിന്റെ ദൈവം കാത്തുവെച്ചിട്ടുണ്ടാകാം. നിന്റെ രക്ഷിതാവ്, നിന്റെ ദൈവം നിനക്ക് നല്ലൊരു ഭാസുരമായ ഭാവി, അഭിമാനകരമായ ഭാവി, ഈ പ്രയാസങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നേറാനുള്ള ഒരു അവസരം നിന്റെ രക്ഷിതാവായ റബ്ബ് അല്ലാഹു ദൈവം മാറ്റിവെച്ചിരിക്കാം. അതുകൊണ്ട് നീ നിരാശപ്പെടേണ്ട എന്ന് പറഞ്ഞ ആ മാതാവിന്റെ വാക്കുകളുടെ കരുത്താണ് ഇന്ന് വേൾഡിലെ, ലോകത്തെ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന, പിച്ചവെച്ച് ജീവിതത്തിൽ വിദ്യാഭ്യാസ മേഖലകളിൽ വളരാൻ കഴിയാതെ ജീവിക്കാൻ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ആളുകൾക്ക് താങ്ങും തണലുമായി പ്രശസ്തയായ ഒരു പെണ്ണായി പാകിസ്ഥാനിലെ അയേൺ ഗേൾ എന്ന് പറയുന്ന, ഉരുക്കു വനിത എന്ന് പറയുന്ന ഒരു പെണ്ണായി മുനീബ മസ്രി മാറിയത് ആ മാതാവിന്റെ പ്രതീക്ഷ നൽകുന്ന വാക്കുകളാണ്. അതുകൊണ്ട് എന്റെ മാതാപിതാക്കളോട് പറയാനുള്ളത്, സീരിയലുകൾ കണ്ട് കുത്തിയിരിക്കുന്ന സംവിധാനം മാറ്റിമറിച്ച് പുസ്തകങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങണം, പുസ്തകം വായിക്കണം, ഇംഗ്ലീഷ് ഭാഷകൾ നിങ്ങൾ പഠിക്കണം, നന്നായി പഠിക്കണം. പഠനത്തെ ഒരിക്കലും നിങ്ങൾ മാറ്റി നിർത്തരുത്. സ്ത്രീകൾ പഠിക്കട്ടെ, നന്നായി പഠിക്കണം, നന്നായി വളരണം. നമ്മുടെ സ്ത്രീകളാണ് മക്കളെ വാർത്തെടുക്കേണ്ടത്, നമ്മുടെ ഉമ്മമാരാണ്, പിതാവല്ല. പിതാവിന് കഴിയില്ല ഒരു മക്കളെ വാർത്തെടുക്കാൻ, ലോകത്തിന്റെ ഇതിഹാസങ്ങളാക്കി മക്കളെ മാറ്റാൻ ഒരു പിതാവിന് കഴിയില്ല. പിന്നെ ആർക്കാണത് കഴിയുന്നത്? മാതാവിനാ കഴിയുക. ഉമ്മമാരെ, നിങ്ങൾ പഠിക്കണം, നിങ്ങൾ വളരണം, നിങ്ങൾ ഇനിയും വായിക്കണം, വായിച്ചുളരണം, നല്ല കാഴ്ചപ്പാടുകൾ ഉള്ളവരായി നിങ്ങൾ മാറണം. കരിങ്കല്ലത്താണ് എന്ന് പറയുന്ന പ്രദേശത്തെ ഇട്ടാവട്ടത്തുള്ള ഏതെങ്കിലും അയൽവാസികളുടെ ഫിത്നയും ഫസാദും പറഞ്ഞ് നടക്കേണ്ടവരിൽ നിങ്ങൾ രാഷ്ട്രീയം നിങ്ങൾ ചർച്ച ചെയ്യണം, ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യണം. എല്ലാ വിഷയങ്ങളിലും നിങ്ങൾക്ക് കാഴ്ചപ്പാടുകൾ വേണം, എല്ലാ വിഷയങ്ങളിലും കാഴ്ചപ്പാട് വേണം. നിങ്ങളുടെ മക്കൾക്ക് ആ കാഴ്ചപ്പാട് കൈമാറാൻ നിങ്ങൾക്ക് കഴിയണം. ഭാഷകളിൽ നൈപുണ്യം വേണം. അതുകൊണ്ട് പഠിക്കണം. കല്യാണം കഴിഞ്ഞാലും പഠിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഇസ്ലാമിന്റെ ചുട്ടയോടുകൂടി ഇനി നിഖാബ് വേണോ എന്നതല്ല ഇവിടെ ചർച്ച. ഇസ്ലാമിക ചുട്ടയോടുകൂടി പഠിപ്പിക്കാൻ രക്ഷിതാക്കളും അവസരം നൽകണം. ഉമ്മ നന്നായാലേ, ഉമ്മ പഠിച്ചു വളർന്നാലേ അതിന്റെ സത്ത് നമ്മുടെ മക്കൾക്ക് ലഭിക്കുള്ളൂ. ഉമ്മയ്ക്ക് കോൺഫിഡൻസ് ഉണ്ടായാലേ മക്കൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. ഉമ്മ ഭീരുവായി മാറിയാൽ, എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ പേടിച്ച് വിറക്കുന്നവളായി ഉമ്മ മാറിയാൽ അതേ നിലപാടാണ് മക്കൾക്കുണ്ടാവുക. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പിടിച്ചു നിൽക്കാനും അതിനെ പതറാതെ മറികടക്കാനുമുള്ള ആവേശം ഉമ്മമാരെ നിങ്ങൾക്കുണ്ടാവണം. നിങ്ങളാണ് മക്കൾക്ക് ധൈര്യം നൽകേണ്ടത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ ഉന്നതങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് അല്ലാഹു എത്തിച്ചു തരട്ടെ.
എന്റെ പോക്കറ്റ് രണ്ടും പൂട്ടിയിരിക്കാണ് ടൈലർമാര്, അതുകൊണ്ട് പൈസ ഇടാൻ പറ്റാത്തത് എന്ന്. പൈസ കൊണ്ടുവരാനും ഓർമ്മ ഉണ്ടായിരുന്നു, വേണ്ടി സ്റ്റിച്ച് ചെയ്തിട്ട് പൂട്ടി വെച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് പൈസ തരണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ബക്കറ്റ് വരുന്നുണ്ട്. നമ്മുടെ സുഹൃത്തിന്റെ പിതാവാണ് ഹൈദർ, നമ്മളെ ഒന്നിച്ച് BEd ചെയ്തതാണ്, മൂപ്പരുടെ മകനും ഞാനൊക്കെ. അപ്പോ അദ്ദേഹം ബക്കറ്റ് ഇവിടെ ഉദ്ഘാടനം ചെയ്തു. ഇനി നമ്മുടെ മക്കള് സ്ത്രീകളുടെ ഭാഗത്തേക്കൊക്കെ വരും ഇൻഷാ അല്ലാഹ്. ആത്മാർത്ഥമായി ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നല്ല സംഖ്യ തന്നെ നൽകുക, കുറക്കണ്ട. ലക്ഷങ്ങളൊക്കെ ബക്കറ്റിലിട്ട് കൊടുത്തൂടെ? ചോദിക്കാണ്, ഒരാൾക്ക് 1 ലക്ഷം ബക്കറ്റിലിട്ട് കൊടുത്തൂടെ? ആരും കാണാതെ ഇട്ട് കൊടുത്തൂടെ? നമ്മള് ലക്ഷങ്ങളൊക്കെ ബക്കറ്റിലിടൂലേ? ബക്കറ്റില് 100 മാക്സിമം പോയ 500 അങ്ങനെ ഇടാം. അതിന് മുകളിലുള്ള സംഖ്യയൊക്കെ നമ്മൾ സ്റ്റേജിലേക്ക് കേൾക്കും. ചിലപ്പോ പേര് പറയും, ചിലപ്പോ പേര് പറയില്ല. എന്തായാലും ബക്കറ്റിലൊക്കെ ലക്ഷങ്ങൾ ഉണ്ടാകുന്ന സംവിധാനം ഉണ്ടായ മാഷാ അല്ലാഹ്. മരിച്ചുപോയ ഭർത്താവിന്റെ പേരിൽ ദുആ ചെയ്യാൻ ഭാര്യ 1 ലക്ഷം, മാഷാ അല്ലാഹ്. അല്ലാഹു ആ ഭാര്യയുടെ ആ ഭർത്താവിന്റെ ഖബറിടം അല്ലാഹു സ്വർഗീയമാക്കി കൊടുക്കട്ടെ. ഇതന്നെ ചെക്ക്. അല്ലാഹു ആ ഭർത്താവിന്റെ ഖബറിടത്തിലേക്ക് ഇന്നത്തെ ഈ സമയം തന്നെ എന്തെങ്കിലും ശിക്ഷ അനുഭവിക്കുന്നവരാണെങ്കിൽ ആ ഖബറിടം അല്ലാഹുവേ നീ വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ നീ നിരാശരാക്കരുത്. ഒരു ഭാര്യ ഭർത്താവിന് വേണ്ടി 1 ലക്ഷം നൽകണമെങ്കിൽ ആ ഖബറിടം സ്വർഗീയമാകണമെന്നുള്ള നിയത്തോടു കൂടെയാണ്. പടച്ച റബ്ബേ നീ നിരാശരാക്കരുത്. നിനക്ക് വേണ്ടിയാണ് ഈ 1 ലക്ഷം സമർപ്പിക്കുന്നത്. അതിന് നല്ലൊരു പകരം ഇന്നത്തെ ഈ സമയം ആ ഖബറിൽ നീ നൽകണം. ഈ ഭാര്യയെ കണ്ട് ഭർത്താവിന് സന്തോഷിക്കണം. അല്ലാഹുവേ ഈ ഭാര്യയെ കണ്ട് ഭർത്താവിന് അഭിമാനിക്കണം. എന്റെ ഭാര്യ എനിക്ക് വേണ്ടി ഇത്രയും വലിയൊരു സംഖ്യ സംഭാവന ചെയ്ത് ദുആ ചെയ്തല്ലോ, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടല്ലോ. അല്ലാഹുവേ നീ രക്ഷപ്പെടുത്തണേ പടച്ചോനെ. അല്ലാഹുവേ നീ രക്ഷപ്പെടുത്തണേ പടച്ചോനെ. ശിക്ഷിക്കപ്പെടുന്നവരാണെങ്കിൽ നീ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റബ്ബേ. സ്വർഗീയ സുഖങ്ങൾ ആസ്വദിക്കുന്നവരാണെങ്കിൽ ഉന്നതമായ ദറജ നൽകണേ അല്ലാഹ്. ഉന്നതമായ സ്ഥാനം നൽകണേ റബ്ബേ. 1 സെക്കൻഡ് പോലും ഖബറിലോ മഹ്ശറയിലോ നീ ശിക്ഷിക്കരുത് റബ്ബേ. 1 സെക്കൻഡ് പോലും നീ ശിക്ഷിക്കരുത് റബ്ബേ. അല്ലാഹുവേ ഈ 1 ലക്ഷം എന്നുള്ളത് കോടിക്കണക്കിന് രൂപയുടെ പ്രതിഫലങ്ങളായി ഖബറിലേക്ക് എത്തിച്ച് സ്വർഗീയ കവാടങ്ങൾ പൂർണ്ണമായി തുറന്നു കൊടുത്തു. അല്ലാഹുവേ സ്വദഖ നൽകിയാൽ ഖബർ വെളിച്ചമാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് നീ വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ. വീട്ടിനെക്കാളും വെളിച്ചമാ ഖബറിൽ നൽകണേ അല്ലാഹ്. സ്വദഖ നൽകിയാൽ ഖബർ വിശാലമാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ് തുവസ്സിഉൽ ഖബറ വതുവല്ലിഉഹാ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ വീടിനെക്കാളും വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടും, അദാബിനെ ഉയർത്തുമെന്ന് പറഞ്ഞു ഈ പരിശുദ്ധമായ സദസ്സിൽ. ഈ മഹത്തായ സംഭാവന, പരിശുദ്ധരായ ഹാഫിലിങ്ങൾ, ഖുർആൻ ചർച്ച ചെയ്യപ്പെടുന്ന സദസ്സ്, പരിശുദ്ധമായ റമദാൻ, ഇതെല്ലാം മുന്നിൽ നിർത്തി ഞങ്ങൾ ചോദിക്കുകയാണ്, യാ അല്ലാഹ് ഇതുപോലെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഹദിയ ചെയ്യുന്ന ആളുകൾ അവരുടെ ഖബറിടം ഇന്ന് തന്നെ നീ സ്വർഗീയമാക്കി കൊടുക്കണേ റബ്ബേ. ഈ നിമിഷം തന്നെ സ്വർഗീയമാക്കി കൊടുക്കണേ റബ്ബേ. ഇതേപോലെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കാൻ താല്പര്യമുള്ളവർ നൽകുക. ആവശ്യങ്ങൾക്ക് ഇവിടെ പറയാൻ പോകുന്നുണ്ട്. മാതാവിന്റെ പേരിൽ 1 ലക്ഷം, പിതാവിന്റെ പേരിൽ 1 ലക്ഷം, ഭാര്യയുടെ പേരിൽ, ഭർത്താവിന്റെ പേരിൽ നിങ്ങൾക്ക് നൽകാൻ പറ്റുമെങ്കിൽ. ലക്ഷം എന്ന് പറഞ്ഞത് ഞാനൊരു എമൗണ്ട് പറഞ്ഞതാണ്. ലക്ഷങ്ങളായാലും 10,000-ങ്ങളായാലും 50,000-ങ്ങളായാലും സ്വർണ്ണാഭരണങ്ങളായാലും മരണപ്പെട്ടു പോയ ഉമ്മ, മരണപ്പെട്ടു പോയ പിതാവ്, മരണപ്പെട്ടു പോയ ഭാര്യ, മരണപ്പെട്ടു പോയ ഭർത്താവ്, അവരുടെ പേരിൽ നിങ്ങൾ മനസ്സിൽ കരുതി ഇൻഷാ അല്ലാഹ് നമ്മുടെ സംഘാടകരെ ഏൽപ്പിക്ക്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മരണപ്പെട്ടു പോയ ആളുകളുടെ എല്ലാ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. ഒന്ന് നിങ്ങളൊന്നും എണീക്കണം. ഇവിടെ പ്രയാസമുള്ള ആളുകൾക്ക് എണീക്കണമെന്നില്ല, അല്ലാത്തവർക്കൊന്നും എണീറ്റ് നിന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് നോമ്പിന് പ്രസംഗിക്കാൻ ഭയങ്കര പേടിയാണ്. എനിക്ക് എപ്പോഴും പേടിയാണ്, എല്ലാ വർഷവും. കാരണം ഈ ജലദോഷം, നോമ്പിനാന്ന് ഈ ജലദോഷം കഫൊക്കെ നിറഞ്ഞ ആകെ പ്രയാസം തോന്നും. അതിനിടയിൽ നമ്മളെ കഫൊക്കെ വയറ്റിലേക്ക് പോയി അതും പ്രശ്നമാണ്. മൂക്ക് അടഞ്ഞാല് പ്രസംഗിക്കാനും റിസ്ക്കാണ്. അങ്ങനെ കുറെ പ്രയാസങ്ങളുണ്ട്. എല്ലാവർക്കും ഉണ്ടോന്ന് അറിയില്ല, എനിക്ക് മാത്രമാണോന്ന് അറിയില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദുആ ചെയ്യും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ.
അപ്പൊ നമ്മള് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളൊരു കിച്ചണിന്റെ അകത്തളങ്ങളിൽ നിങ്ങളുടെ അയൽപക്കങ്ങളുമായി വൈകുന്നേരങ്ങളിൽ 4 വടായി വിട്ട് നടക്കുന്ന ഒരു ഉമ്മയായി മാറുന്നതിന് പകരം ലോകം മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു ഉമ്മയായി മാറും. മക്കൾക്ക് ആവേശം നൽകുന്ന മാതാവായി മാറും. മക്കൾക്ക് കരുത്ത് നൽകുന്ന മാതാവായി മാറും. നിങ്ങളെ കൊണ്ട് ലോകത്തൊരു ഇതിഹാസത്തെ സമർപ്പിക്കാൻ കഴിയുള്ളൂ. നിങ്ങളെ കൊണ്ട് ഖാലിദ് ബിൻ വലീദിനെ പോലെയുള്ള ഇതിഹാസങ്ങളെ സൃഷ്ടിക്കാൻ എന്തേ നമ്മുടെ ഉമ്മമാർക്ക് കഴിയുന്നില്ല എന്ന് ഉമർ തങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്തേ നമ്മുടെ ഉമ്മമാർക്ക് കഴിയുന്നില്ല? ഉമ്മമാരായാൽ ഖാലിദ് ബിൻ വലീദിനെ പോലെയുള്ള ഇതിഹാസങ്ങൾ ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നിങ്ങളാവണം. നിങ്ങളിൽ നിന്ന് കരുത്ത് ലഭിക്കണം, നിങ്ങളിൽ നിന്ന് ഇൻസ്പിറേഷൻ ലഭിക്കണം, മോട്ടിവേഷൻ ലഭിക്കണം, ആവേശം ലഭിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ നല്ല ഉന്നതരായ മക്കളാക്കി അല്ലാഹു ഏറ്റെടുക്കട്ടെ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് മാന്യമായി പെരുമാറണം എന്നതിൽ അദ്ദേഹം തഫ്സീറിലൂടെ അദ്ദേഹം പറഞ്ഞു, നീ നിന്റെ വസ്ത്രം നിന്റെ മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് കൊടയാൻ പാടില്ല. നിന്റെ കുപ്പായം നീ ഉമ്മയുടെ മുമ്പിൽ വെച്ച് കുപ്പായം കൊടയാൻ പാടില്ല, തുണി കൊടയാൻ പാടില്ല. നിന്റെ പിതാവിന്റെ മുമ്പിൽ വെച്ച് നിന്റെ വസ്ത്രം നീ കൊടയാൻ പാടില്ല. കാരണം ആ കുപ്പായത്തിലുള്ള പൊടിപടലങ്ങൾ, ആ തലപ്പാവിലുള്ള പൊടിപടലങ്ങൾ, പർദ്ദയിലുള്ള പൊടിപടലങ്ങൾ, ടവലിലുള്ള പൊടിപടലങ്ങൾ, അത് നിന്റെ പിതാവിനെ, നിന്റെ മാതാവിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അവരുടെ ശരീരത്തിലേക്ക് കടന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ പൊടി പുരളാൻ സാധ്യതയുള്ള നിങ്ങളെ കൈകൾ പോലും ഇങ്ങനെ കൊട്ടാൻ പാടില്ല. മാതാപിതാക്കളുടെ മുമ്പിൽ വസ്ത്രം കുടയുന്നത്, കൈകൾ കൊട്ടുന്നത്, അടിച്ചു വാരുന്നത് വരെ. സ്വന്തം വീട് അടിച്ചു വാരുമ്പോ മാതാപിതാക്കളുടെ വീടൊക്കെ നിങ്ങൾ വൃത്തിയാക്കി കൊട്ടി വൃത്തിയാക്കും. ആ സമയത്ത് മാതാപിതാക്കളുടെ ശരീരത്തിലേക്ക് പൊടിപടലങ്ങൾ പടരാതെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണമെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, വളരെ മാന്യമായ സംസാരം മാത്രമേ അവരോട് സംസാരിക്കാൻ പാടുള്ളൂ. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാതാപിതാക്കളോട് എങ്ങനെയാണ് മക്കൾ പെരുമാറേണ്ടത്, ഏത് രീതിയിലാണ് പെരുമാറേണ്ടത്? ഗൗരവക്കാരനായ, ദേശക്കാരനായ ഒരു യജമാനന്റെ മുമ്പിൽ തെറ്റുകാരനായ ഒരു അടിമ എങ്ങനെയാണോ നിൽക്കുന്നത്, ലാത്തി പിടിച്ചു നിൽക്കുന്ന പോലീസുകാരന്റെ മുമ്പിൽ കുറ്റവാളിയായ ഒരു തെറ്റു ചെയ്ത ഒരു കുറ്റവാളി എങ്ങനെയാണോ നിൽക്കുന്നത്, അതേപോലെയാണ് കോടതിയുടെ വക്കീലിന്റെ മുമ്പിൽ എങ്ങനെയാണോ ഒരു കുറ്റക്കാരൻ പോയി നിൽക്കുന്നത്, അതേപോലെ മാതാപിതാക്കളുടെ മുമ്പിൽ ഭയത്തോടുകൂടി ബഹുമാനത്തോടുകൂടി നിൽക്കണം. എല്ലാ സമയവും ഇതുപോലെയാണ് നിൽക്കേണ്ടത്. നെഞ്ചു വിരിച്ചിട്ടല്ല, കാലിന്റെ മുകളിൽ കാല് കയറ്റി വെച്ചിട്ടല്ല സ്വന്തം മാതാപിതാക്കളുടെ മുമ്പിൽ സംസാരിക്കേണ്ടത്. ഒരു ഭവ്യതയെന്നും വേണം. ഒന്ന് ഓച്ചാനിച്ചു നിൽക്കണം. ഒരടിമ യജമാനന്റെ മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കുന്നത് പോലെ സ്വന്തം മാതാപിതാക്കളുടെ മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കണമെന്ന് മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ലാ തഉഖ വാലിദൈക, നിന്റെ മാതാപിതാക്കളോട് മോശമായി പെരുമാറരുത്. വഇൻ അമറാക അൻ തഖ്റുജ മിൻ അഹ്ലിക വമാലിക, നിന്റെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യാൻ പറഞ്ഞാലും, നിന്റെ സമ്പാദ്യങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞാലും, നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞാൽ നിന്റെ മാതാപിതാക്കളുടെ മുഖം നോക്കി നിങ്ങളാരാ അത് പറയാൻ, ഞാൻ നിർമ്മിച്ച വീടല്ലയോ എന്ന് പറഞ്ഞു പോവരുതേ എന്റെ ചെറുപ്പക്കാരെ, എന്റെ സഹോദരങ്ങളെ. അത്തരം വാക്കുകൾ നമ്മളിൽ നിന്ന് വരാൻ പാടില്ല. നീ നിർമ്മിച്ച വീടാണ്, നീ വാങ്ങിച്ച സ്ഥലമാണ്. ആ വീട്ടിൽ നിന്ന് പിതാവ് പറയാൻ ഇറങ്ങിപ്പോടാ, എന്നാൽ നീ ഇറങ്ങിപ്പോകണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ് ഔസാനി റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് വസിയത്ത് ചെയ്തു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്നോട് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസിയത്ത് ചെയ്തു, ലാ തഉഖ വാലിദൈക, നിന്റെ മാതാപിതാക്കളോട് മോശമായി പെരുമാറരുത്. വഇൻ അമറാക അൻ തഖ്റുജ മിൻ അഹ്ലിക വമാലിക, നിന്റെ സമ്പാദ്യങ്ങൾ ഇട്ടെറിഞ്ഞു പോകാൻ, നിന്റെ കുടുംബത്തെ ഇട്ടെറിഞ്ഞു പോകാൻ മാതാപിതാക്കൾ പറഞ്ഞാൽ അതുപോലും നീ കേൾക്കണം, നീ അനുസരിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഒരിക്കലും മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, കാനത്ത് തഹ്തി ഇംറഅതുൻ, ഞാൻ ഒരു കല്യാണം കഴിച്ചു.
ഞാനൊരു കല്യാണം കഴിച്ചു. കാനത്ത് തഹ്തി ഇംറഅത്തുൻ, ഞാനൊരു കല്യാണം കഴിക്കുകയുണ്ടായി. കാന ഉമറു യക്റഹുഹാ, എന്റെ പിതാവായ ഉമറിന് ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല. എന്റെ പിതാവായ ഉമർ തങ്ങൾക്ക് എന്റെ ഭാര്യയെ ഇഷ്ടപ്പെട്ടില്ല. എന്നോട് പറഞ്ഞു ത്വല്ലിഖഹാ അബ്ദുള്ള, ആ പെണ്ണിനെ നീ വിവാഹമോചനം നടത്തണം, ആ പെണ്ണിനെ നീ ഡിവോഴ്സ് ചെയ്യണമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ മകനോട് പറഞ്ഞു. ഫഅബൈതു, വിവാഹമോചനം നടത്താൻ അബ്ദുല്ലാഹി തങ്ങൾ തയ്യാറായില്ല. തന്റെ മകൾ തന്റെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യാൻ അബ്ദുല്ലാഹി തങ്ങൾ തയ്യാറായില്ല. ഫഅതാ ഉമറുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരെ കടന്നു വന്നത് പരിശുദ്ധ ഹബീബിന്റെ സമീപത്തേക്കാണ്. നബി തങ്ങളോട് കാര്യം പറഞ്ഞു. നബി തങ്ങൾ മഹാനായ അബ്ദുള്ളയെ വിളിച്ചു. യാ അബ്ദുല്ലാഹ് അത്ഇ അബാക, നിന്റെ പിതാവിനെ അനുസരിച്ചോ അബ്ദുള്ള, നീ നിന്റെ ഭാര്യയെ ത്വലാഖ് ചെല്ലണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഈ ഹദീസ് വെച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളോട് അവരുടെ ഭാര്യയെ ത്വലാഖ് ചെല്ലാൻ നിങ്ങൾ ആവശ്യപ്പെടേണ്ട. ഇവിടെ മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പോലെയുള്ള പ്രഗൽഭരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ത്വലാഖ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉമറല്ലല്ലോ, ഉമറിന്റെ കഴിവ് നിങ്ങൾക്കുണ്ടോ? ഭാവിയിൽ നടക്കാൻ പോകുന്നത് തിരിച്ചറിയാനുള്ള കഴിവ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനുണ്ട്. എന്നാൽ നിങ്ങൾക്കതില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഭാര്യയെ ത്വലാഖ് ചെല്ലാൻ നിങ്ങൾ ആവശ്യപ്പെടരുത്. നിങ്ങൾക്ക് ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ വല്ല കാരണങ്ങളും അതിന് പിന്നിലുണ്ടാകും. ഭാവിയിലുള്ള പ്രയാസങ്ങൾ കണ്ടറിഞ്ഞതുകൊണ്ടാവാം. അതുകൊണ്ട് നിങ്ങളത് പറഞ്ഞുകൊണ്ട് മക്കളെ വിഷമിപ്പിക്കരുത് എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ഏതായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയാനുള്ളത്, നമ്മൾ കല്യാണ ആലോചനകൾ നടത്തുമ്പോ മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ലാത്തവരെ ഒരു കാരണവശാലും തെരഞ്ഞെടുക്കരുത്. പെണ്ണായാലും ശരി, ആണായാലും ശരി. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സ്കൂളുകളിൽ വെച്ച്, കലാലയങ്ങളിൽ വെച്ച് പ്രണയത്തിന്റെ പിന്നാലെ കടന്നു ചെന്നിട്ട് ബ്ലാക്ക് മെയിലിന്റെ പേരിലോ അല്ലാതെയോ എനിക്ക് ഇയാൾ തന്നെ വേണമെന്ന് വാശി പിടിച്ച് മാതാപിതാക്കളുടെ കണ്ണീര് കുടിക്കാൻ നിന്നാൽ ആ ദാമ്പത്യ ജീവിതം നിങ്ങൾ നിർബന്ധമായി മനസ്സിലാക്കിക്കോളൂ, പരാജയമല്ലാതെ വേറെ ഒന്നും അവിടെ ഉണ്ടാവൂല. സന്തോഷം ആ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കൂല. ദാമ്പത്യ ജീവിതത്തിന്റെ സുഖം എന്താണെന്ന് പോലും അറിയാതെ പ്രയാസപ്പെടേണ്ടി വരും. വിവാഹമോചനത്തിലേക്ക് വരെ നിങ്ങളുടെ വൈവാഹിക ജീവിതം എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കളുടെ കണ്ണുനീര് കുടിപ്പിച്ചുകൊണ്ട് ഒരാളും വിവാഹത്തിന് തയ്യാറാവരുതേ. ഒരാളും ഒരു പെണ്ണിനെയും തെരഞ്ഞെടുക്കരുതേ. ഒരു പെണ്ണും ഒരു ഭർത്താവിനെയും തെരഞ്ഞെടുക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ നിങ്ങളുടെ മാതാപിതാക്കളോട് പറയാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്ക് അവകാശമുണ്ട്. ആ മാതാപിതാക്കൾ പഠനം നടത്തി നിങ്ങൾക്ക് തൃപ്തരായ ആളുകളാണെങ്കിൽ വിവാഹം കഴിപ്പിച്ചു തരാൻ അവർ തയ്യാറാണ്. അവരാണ് ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ, തീച്ചൂളയിലൂടെ കടന്നുപോയവരാണ്. ദാമ്പത്യ ജീവിതം എന്താണ് എന്ന് മനസ്സിലാക്കിയവരാണ് അവർ. അതുകൊണ്ട് അവർ അന്വേഷിക്കും, ഈ പെണ്ണ് നിന്റെ ദാമ്പത്യ ജീവിതത്തിൽ നിനക്ക് സന്തോഷം നൽകുമോ ഇല്ലയോ എന്ന് മാതാപിതാക്കൾ പഠിക്കും. ഈ ചെറുക്കൻ നിന്റെ ദാമ്പത്യ ജീവിതത്തിൽ നിന്നെ ഏറ്റെടുക്കാൻ തയ്യാറാകുമോ എന്ന്. കല്യാണം കഴിഞ്ഞ് കല്യാണത്തിന്റെ മധുവിധി ഒരു 6 മാസം കഴിഞ്ഞ് തീർന്നു പോയാൽ പിന്നെ പെണ്ണെ നിന്നോട് താല്പര്യമുണ്ടാവൂല. തോന്നിവാസികളായ തമ്മാടികളായ ആളുകൾക്ക് അത് പഠിക്കാനും തിരിച്ചറിയാനും മാതാപിതാക്കൾക്ക് കഴിയും. അതുകൊണ്ട് ഇഷ്ടപ്പെട്ട ആളുകൾ തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നതിന് പകരം മാതാപിതാക്കളോട് അഭിപ്രായം പറഞ്ഞ്, എന്നാലും അയാൾ എനിക്ക് ഇഷ്ടമാണ്, ഉപ്പതൊന്ന് അന്വേഷിക്കണം, ഉമ്മാതൊന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് അവര് തൽപരരാണെങ്കിൽ മാത്രം കല്യാണം കഴിച്ചാൽ മതി. അല്ലെങ്കിൽ അത് വേണ്ട എന്ന് മാതാപിതാക്കൾ പറഞ്ഞാൽ അതിനോട് താല്പര്യം കാണിക്കുകയേ ചെയ്യരുത്. ഇന്നലെ പറഞ്ഞതുപോലെ അള്ളാഹുവിന് വേണ്ടി ഒരു കാര്യം മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറായാൽ ഇല്ലാ അഫ്ളല്ലാഹു ഖൈറൻ മിൻഹാ, അതിനേക്കാളും നല്ല ഒരു പകരം അള്ളാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടിയിട്ട് ചില വികാരങ്ങളും താല്പര്യങ്ങളൊക്കെ മാറ്റിവെക്കേണ്ടി വരും, ചില സുഖങ്ങൾ മാറ്റിവെക്കേണ്ടി വരും. ആർക്ക് വേണ്ടിയിട്ട്? പടച്ചോന് വേണ്ടിയിട്ട്. അപ്പൊ പടച്ചോൻ അതിന് പകരം നമ്മൾക്ക് നൽകും ഇൻഷാ അല്ലാഹ്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ബിർറു ആബാഅകും തബുറുകും അബ്നാഉകും, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് മാന്യമായി പെരുമാറണം. എല്ലാവരോടും പറയാണ് ബിർറു ആബാഅകും, നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ മാന്യമായി പെരുമാറണം. അങ്ങനെ നിങ്ങൾ മാന്യമായി പെരുമാറിയാൽ തബുറുകും അബ്നാഉകും, നിങ്ങളുടെ മക്കളും നിങ്ങളോട് മാന്യമായി പെരുമാറും.
പെരുമാറും. നിങ്ങൾ മോശമായി പെരുമാറിയാൽ നിങ്ങളുടെ മക്കളും നിങ്ങളോട് മോശമായി പെരുമാറും. നിങ്ങൾ ചീത്ത വിളിച്ചാൽ 2 ചീത്ത കൂടുതൽ വിളിക്കും നിങ്ങളുടെ മക്കൾ. നിങ്ങൾ അടിച്ചാൽ 2 അടി കൂടുതൽ നിങ്ങളുടെ മക്കളിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കും. കാരണം പരിശുദ്ധ റസൂലിന്റെ ഹദീസാണ്, അല്ലാഹു തആല ദുനിയാവിൽ തന്നെ ശിക്ഷ നൽകാൻ സാധ്യതയുള്ള വലിയ പാപം ഏതാണെന്ന് ചോദിച്ചാൽ മാതാപിതാക്കളോട് അപമര്യാദയായി പെരുമാറുന്നതാണ്. എന്താണോ നീ നിന്റെ മാതാപിതാക്കളോട് പെരുമാറിയത്, അത് തന്നെയാണ് നിങ്ങളുടെ മക്കളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. നിങ്ങളുടെ മക്കളിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത്. ഒളിച്ചോട്ടക്കാർ ശ്രദ്ധിച്ചോളൂ. ഒളിച്ചോട്ടക്കാർ, മാതാപിതാക്കളുടെ കണ്ണീര് കുടിച്ചുകൊണ്ട് ഒളിച്ചോടുന്നവർ, നാളെ നിങ്ങൾക്കും മക്കൾ ഉണ്ടാവാൻ പോയാൽ നിങ്ങൾക്കുണ്ടാകുന്ന മക്കൾ ഒന്നാണ് നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഒളിച്ചോടിയതെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന മക്കൾ എല്ലാവരും ഒളിച്ചോട്ടക്കാരായി മാറും, സംശയമില്ല. ഏത് രീതിയിലാണോ മാതാവിന്റെ കണ്ണുനീര് കുടിച്ചത്, അതിനേക്കാളും കൂടുതൽ നിങ്ങളുടെ കണ്ണുനീര് ആര് കുടിപ്പിക്കും? നിങ്ങളുടെ മക്കൾ നിങ്ങളെ കുടിപ്പിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂക്ഷിക്കുക കഴിവിന്റെ പരമാവധി. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ പ്രതിധ്വനിയാണ്. എന്താണോ നമ്മൾ ചെയ്തത് അത് നമ്മൾക്ക് തിരിച്ചു കിട്ടുമെന്നല്ലേ നബി തങ്ങൾ പറഞ്ഞത്. കമാ തദീനു തുദാൻ, കമാ തദീനു തുദാൻ. എന്താണോ നീ ചെയ്തത് അതേപോലെ നിനക്കത് തിരിച്ചു കിട്ടുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. പരിശുദ്ധ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി മഹാനായ സഹൽ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, യബ്ന ആദം, അല്ലയോ മനുഷ്യ, യബ്ന ആദം, അല്ലയോ മനുഷ്യ, ബിർറ വാലിദൈക, നീ നിന്റെ മാതാപിതാക്കളോട് വളരെ മാന്യമായി പെരുമാറണം. വസിൽ റഹിമക, നിന്റെ കുടുംബക്കാരോട് നല്ല ബന്ധം ചേർക്കണം. കുടുംബക്കാരെ നീ ബഹുമാനിക്കണം, ആദരിക്കണം, അവരെ സ്നേഹിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം. ഈ 2 കാര്യം നീ ചെയ്താൽ യുയസ്സിറു ലക അംറക, നിന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു എളുപ്പമാക്കി തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എന്തോ ഒരു തടസ്സം മുമ്പിലുണ്ട് എന്ന് തോന്നിയാൽ, കാര്യങ്ങളൊക്കെ പ്രയാസമായി തോന്നുകയാണെങ്കിൽ, വാതിലുകളൊക്കെ കൊട്ടിയടക്കപ്പെടുന്നു എന്ന് തോന്നിയാൽ നിരാശ വേണ്ട മുഅ്മിനീങ്ങളെ. നിങ്ങളുടെ മാതാപിതാക്കളോട് വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുവീൻ. നിങ്ങളുടെ കുടുംബക്കാരുമായി നല്ല ബന്ധം സ്ഥാപിക്കുവീൻ. യുയസ്സിറു ലക അംറക, നിന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു എളുപ്പമാക്കി തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന എല്ലാ ആളുകളോടും പറയാനുള്ളത്, നിങ്ങൾ പല സ്ഥലങ്ങളിലും പോയി പല ഡോക്ടർമാരെ കാണിച്ച് ജ്യോത്സ്യന്മാരെ കാണിച്ച് വെറുതെ സമയം കളയുന്നതിന് പകരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തി നിങ്ങളുടെ മാതാപിതാക്കളോടൊന്ന് ആത്മാർത്ഥമായി സുജൂദിൽ കിടന്ന് ദുആ ചെയ്യാൻ പറ. അല്ലാഹു തആല ദുആയിനെ തള്ളിക്കളയൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. യുയസ്സിറു ലക അംറക, നിങ്ങളുടെ കാര്യം അല്ലാഹു എളുപ്പമാക്കി തരുമെന്നാ പറഞ്ഞത്. എന്താ ചെയ്യേണ്ടത്? മാതാപിതാക്കളോട് മാന്യമായിട്ട് പെരുമാറണം, കുടുംബക്കാരോട് മാന്യമായിട്ട് പെരുമാറണം.